നിർധന കുടുംബത്തിന് എല്ലാ സൗകര്യവുമുള്ള സ്നേഹവീട് സമ്മാനിച്ച് എടൂർ സെന്റ് മേരീസ് ഫൊറോന ആർക്കി എപ്പിസ്കോപ്പൽ മറിയൻ തീർത്ഥാടന കേന്ദ്രം കൂട്ടായ്മ. നമ്മുടെ വള്ളോപ്പള്ളി പിതാവിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായിട്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പ്രോജക്റ്റാണിത്. ആ പ്രോജക്റ്റ് ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ 18ാമത്തെ ഭവനം വെഞ്ചരിച്ചു കൊടുത്തു. അതുകൂടാതെ തന്നെ 7 ഭവനങ്ങൾക്കുള്ള 7 സെൻറ്റ് വെച്ചുള്ള സ്ഥലവും നമ്മൾ ആധാരം ചെയ്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പം ഭാഗികമായിട്ട് മറ്റനേകം വീടുകളും നമ്മൾ സഹായിക്കുകയുണ്ടായി അതിൻ്റെ പൂർത്തീകരണത്തിന്. അങ്ങനെ എല്ലാ തലങ്ങളിലും ഈ ഭവനമില്ലാത്ത കഷ്ടപ്പെടുന്നവർ, ഇനി ഉള്ള ഭവനം തന്നെ തീരെ നിവൃത്തിയില്ലാതെ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കുറവുകൾ പരിഹരിക്കാനോ സാധിക്കാതെ ഉള്ളവരുടെ ആ ഭവനങ്ങൾ ഏറ്റെടുക്കുകയും അത് നമ്മളാൽ കഴിവത്, ഈ ഇടവക സമൂഹത്താൽ കഴിവത് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുവാനുമുള്ള ഒരു മനോഭാവം നമ്മളുടെ ഇടവക സമൂഹത്തിനുണ്ട്. അത് പാരീഷ് കൗൺസിൽ വഴിയായിട്ട്, പൊതുയോഗം വഴിയായിട്ടൊക്കെ ഇന്ന് ഞങ്ങളത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഈ ഇടവകയിലുള്ളവർക്കാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഉപയോഗപ്പെടുത്തുന്നത്. പുറമേ നിന്നുള്ളവരെ നമ്മളിപ്പോൾ പരിഗണിക്കുന്നില്ല. ഇപ്പോൾ ഈ ഇടവകയിൽ ഒരു കുടുംബം പോലും ഭവനമില്ലാതെ ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹമുണ്ട്. എൻ്റെ പേര് ജോസഫ്, വീട്ടുപേര് വേഗത്താനത്ത്. ഞാൻ ഇവിടെ എടൂര് ഈ പള്ളിയുടെ ഭവന നിർമ്മാണ കമ്മിറ്റി ഒരു മെമ്പറാണ്. വള്ളപ്പള്ളി ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എടൂര് ഇടവകയുടെ നേതൃത്വത്തിൽ 18 വീടാണ് ഇപ്പം ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്ത വീട് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമാണെങ്കിലും അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ വികാരി അച്ഛൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു 3ഓളം വീടുകൾ ചെയ്തു കൊടുത്തത്. 7 ലക്ഷം രൂപ ചെലവിൽ 630 സ്ക്വയർ ഫീറ്റിൽ 2 കിടപ്പുമുറികൾ, അടുക്കള, ഹാൾ, സിറ്റ് ഔട്ട്, വർക്ക് ഏരിയ എന്നിവയുൾപ്പെടെ ടൈൽ വിരിച്ചും വയറിംഗ്, പ്ലംബിംഗ് എന്നിവ പൂർത്തിയാക്കിയുമാണ് സ്നേഹവീട് സമ്മാനിച്ചത്. എൻ്റെ പേര് ജോസഫ് പാരിക്കാപ്പള്ളി. എടൂർ ഇടവക നടത്തുന്ന ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണ് ഈ ഭവന നിർമ്മാണം. 2018 ഇത് ആരംഭിച്ചത്. വള്ളോപ്പള്ളി പിതാവിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എടൂർ ഇടവകയുടെ പേരിൽ വീട് നിർമ്മാണ പദ്ധതി ആരംഭിച്ചതാണ്. അന്ന് ഇടവകാരിയായിരുന്ന ആൻ്റണി മുതുകുന്നേലച്ഛനാണ് അതിന് തുടക്കം കുറിച്ചത്. എൻ്റെ പേര് മാത്യൂസ് കൂട്ടിയാനിക്കൽ, ഈ പള്ളിയുടെ ട്രസ്റ്റിയാണ്. ഞങ്ങൾക്ക് ആൾക്കാർ സ്ഥലം ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവർ തന്നെ ആ കമ്മിറ്റിക്കാർ പോയി അവരെ പോയി കാണും. കണ്ടു കഴിഞ്ഞിട്ട് ഈ ഇടവകയിൽ പൊതുവായിട്ട് അനൗൺസ് ചെയ്യും, നോട്ടീസിലിടും. വീട് ആവശ്യമുള്ളവർ ബന്ധപ്പെടാൻ പറയും. അവർ വന്ന് അപേക്ഷ നൽകുമ്പം അവരുടെ വേറെ ഒരു പരിഗണനയില്ല, അവരുടെ ആവശ്യകത മാത്രം പരിഗണിച്ചുകൊണ്ട് മുൻഗണനാക്രമത്തിൽ ലിസ്റ്റുണ്ടാക്കി അവർക്ക് വീട് വെച്ച് കൊടുക്കുകയും ഇപ്പം 18ാമതായിട്ട് ഞങ്ങൾ കൊടുത്ത വീടിൻ്റെ ഫുൾ സാധന സാമഗ്രികളടക്കം, അതായത് ഒരു ടവൽ പോലും അവർക്ക് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല, അതടക്കം നമ്മൾ ഈ സ്വമനസ്സുകൾ ഞങ്ങൾക്ക് കൊണ്ട് പള്ളിയിൽ കൊണ്ട് എത്തിച്ചു തരികയും ഞങ്ങളത് അവർക്ക് കൈമാറുകയും ചെയ്തത്. ഇതിനകത്ത് മറ്റൊരു സന്തോഷം കൂടി പറയാൻ ആഗ്രഹിക്കുന്ന, ആ വാർഡിലുള്ള അക്രൈസ്തവരും ഈ പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഭവന നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ മേടിച്ച് തരുന്നതിൽ അവരും ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. വെഞ്ചരിപ്പിന് ചെന്നപ്പോൾ ആ വാർഡിലുള്ളവരെല്ലാം വന്നിട്ടുണ്ട്. അവർ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും, ചെറിയ അലങ്കാരങ്ങളും പന്തലും കാര്യമെല്ലാം അവർ തന്നെ അത് ചെയ്തു എന്നുള്ളതും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരികയാണ്. എൻ്റെ പേര് ജോസഫ് പാമ്പ്രാനി, നാട്ടുകാർ ഔസേപ്പച്ചൻ ചേട്ടൻ എന്ന് വിളിക്കുന്നു. ഞാൻ ഇത്രയും കാലം ഗൾഫിലായിരുന്നു, റിട്ടയറായിട്ട് വന്നു. 65 ദിവസം ഇവിടെ ജനിച്ച് വളർന്നതാണ്. ഈ മാതാവിൻ്റെ മടുത്തിട്ട് ജനിച്ച് വളർന്നെന്ന് പറയാം. ഈ പള്ളിയിലെ കൈക്കാരനാണ്. അവസാനമായിട്ട് ഞങ്ങൾ വീട് വെച്ച് കൊടുത്ത ആ വീട്ടിലോട്ടുള്ള ഫർണിച്ചർ കംപ്ലീറ്റ് ഫുള്ളി ഫർണിഷ്ഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അവരുടെ പാത്രം, ബെഡ്, ഡൈനിങ് ടേബിള്, പിള്ളേർക്കുള്ള സ്റ്റഡി ടേബിൾ, ഇങ്ങനെയുള്ള അതെല്ലാം ആ വാർഡിലുള്ള ആൾക്കാരുടെ സഹായം, പിന്നെ ബാക്കിയുള്ള ഞങ്ങളോട് സഹായിച്ച് അങ്ങനെ ചെയ്തു കൊടുത്താണ്. ഉള്ളവർ മാത്രമല്ല, ഇല്ലാത്തവരും ഇല്ലായ്മയിൽ നിന്നും പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഈ ഭവനം പണിതപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ ചേട്ടനാണ്, ഈ ഇടവകയിൽ താമസിക്കുന്നതാണ്. ഭവനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി ഇപ്പോഴത്തെ ഒരു കുടുക്കയുണ്ടല്ലോ, ഒരു കറുത്ത കുടുക്ക,
ഈ ഫൈബറിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെ. ആ കുടുക്കയായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് അച്ഛൻ നമ്മുടെ വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് തരികയും, അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ, ഇത് പിള്ളേരുടെയാണോ ഇത്? അല്ല അച്ഛാ, ഞാൻ കൂലിപ്പണിക്ക് പോകുന്നതാണ്, എനിക്കൊരു പണി കിട്ടിക്കഴിയുമ്പം അതിനകത്ത് നിന്ന് ഇത്ര ദശാംശം ഞാൻ ദൈവത്തിന് മാറ്റി വയ്ക്കുന്നതാണ്. അതാണ് അതിനകത്തുള്ളത്. പുള്ളി എണ്ണി പോലും നോക്കിയിട്ടില്ല, പുള്ളി തുറന്നിട്ടില്ല. അങ്ങനെ അതെനിക്ക് കൊണ്ടുപോയി തന്നു. അത് 3184 എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും 3000 രൂപ അതിനകത്തുണ്ടായിരുന്നു. എൻ്റെ പേര് തോമസ് മണിമല. ഞങ്ങൾ പണിയത്ത് പൂർത്തീകരിക്കുന്ന വീടൊക്കെ വെഞ്ചരിക്കുന്നതിനൊക്കെ ഒരു ദിവസം 2 ദിവസം മുമ്പേ അത് തീരുമാനിക്കും. അച്ഛൻ അതിന് പ്രത്യേകം പള്ളിയിൽ തലേ ഞായറാഴ്ച പറയും, ഇങ്ങനെ നമ്മൾ വിളിച്ച് വീട് വെഞ്ചരിക്കുന്നുണ്ട്. ആളുടെ പേരൊന്നും എടുത്ത് പറയാറുന്നില്ല. പക്ഷേ എങ്കിലും അതിൻ്റെ അടുത്ത ആൾക്കാർ, അതായത് പണിയെടുത്ത് കമ്മിറ്റിക്ക് ആൾക്കാരുണ്ട്, അവരെ വിളിക്കും. പിന്നെ പള്ളിയിലെ കൈക്കാമർ അവരെ വിളിക്കും. പിന്നെ ആ വീടിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുള്ള വലിയൊരു പ്രചരണമൊന്നും കൊടുത്തിട്ടൊന്നും നമ്മൾ ചെയ്യാറില്ല. കാരണം അത് തമ്പുരാൻ്റെ ഒരു പദ്ധതി ആയതുകൊണ്ട് ഒരുപാട് ആ രീതിയിലുള്ള പ്രസിദ്ധീകരണം വേണ്ടെന്നുള്ളതാണ് താല്പര്യം. സാധനങ്ങൾ എല്ലാ മെറ്റീരിയൽസും നമ്മൾ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ഇട്ട് ചെയ്യുന്നത്. ആ വീട് ഭവനത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ പണിതുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടവക്കാരനായ തങ്കച്ചൻ തോണക്കര, അല്ലെങ്കിൽ നിഷാദ് തോണക്കര എന്ന പേരിൽ അറിയപ്പെടുന്ന ആർക്കിടെക്റ്റ് ആൻഡ് എഞ്ചിനീയറാണ്. അപ്പം തങ്കച്ചനും അങ്ങനെയുണ്ട്. നമ്മൾ കൊടുക്കുന്നത് ക്വാളിറ്റി തന്നെ കൊടുക്കുക, നല്ല സാധനം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ഭവനം പണിതപ്പോഴും ഞങ്ങൾ സ്വരൂപിച്ച പണം ഞങ്ങൾക്ക് തികയാതെ വന്നപ്പോൾ ബാക്കി ഇതിൻ്റെ പണം മുഴുവൻ, ഏതാണ്ട് നല്ലൊരു തുക ഞാൻ പറയുന്നില്ല, അത് ഈ കോൺട്രാക്റ്റ് തന്നെ പുള്ളിയുടെ വകയായിട്ട് ചെയ്ത് അത് മനോഹരമാക്കി എന്നുള്ളത് ഏറെ സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമാണ്. ഈ ഇടവക്കാരൻ വിദേശത്ത് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹം 35 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് തന്നിട്ട് ആൾക്കാരെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് വിട്ടോളൂ, അവരുടെ സ്വന്തം ചിലവിൽ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയുണ്ടായി. പിന്നെ ആരോട് വേണ്ടിയിട്ട്, ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രത്യേക പിരിവൊന്നും എടുക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ പള്ളിയിൽ അനൗൺസ് ചെയ്ത് കഴിയുമ്പം ആൾക്കാർ ഇങ്ങോട്ട് സ്വമേധ, ഈ ഇടവക്കാരല്ലാത്തവരും വന്നിട്ട് പണം തുക എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല, 5 ലക്ഷം രൂപ വരെയൊക്കെ ഒറ്റയാൾ സംഭാവന ചെയ്ത കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ പദ്ധതിയോട് വളരെ അനുഭാവപൂർവമായ പ്രവർത്തനമാണ് നമ്മുടെ ഇടവക്കാരുടെ ഭാഗത്തു നിന്നുള്ളതും. ഈ ഇടവകയിൽ താമസിക്കുന്നവരാകണം, വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, അല്ലേ ചെറിയ സ്ഥലമുണ്ട് വീട് വെക്കാൻ പറ്റുന്നില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ അപേക്ഷ തന്നു കഴിയുമ്പോൾ ഞാനത് പാരിഷ് കൗൺസിലിൽ അവതരിപ്പിക്കും. പാരിഷ് കൗൺസിൽ അവതരിപ്പിക്കുന്നതിന് മുൻപായിട്ട് പാരിഷ് കൗൺസിലിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ഭവന നിർമ്മാണ ട്രസ്റ്റുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുണ്ട്. ട്രസ്റ്റ് എന്ന് പറയുന്നില്ല, ഒരു കമ്മിറ്റി. ആ കമ്മിറ്റി ഞാൻ അവരെ വിളിച്ച് ഈ അപേക്ഷയെ അത് ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങളത് കൊടുക്കും. ഇവരവിടെ പോയി ഇത് മുഴുവൻ പഠിക്കും. അവർ അർഹതപ്പെട്ടതാണോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണോ എന്നൊക്കെ പഠിക്കും. പഠിച്ച ശേഷം അവർ റിപ്പോർട്ട് തന്ന് അത് പാരിഷ് കൗൺസിൽ വെച്ച് പാസ്സാക്കി പിന്നെ അതിൻ്റെ പണി തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും പോയി കാണും, പാരിഷ് കൗൺസിലിലേക്ക് വരുന്നതിന് മുമ്പ് പോയി കാണും, അവരുമായിട്ട് സംസാരിക്കും. അങ്ങനെയൊക്കെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഇടവക്കാരനായതിലും അതിൽ ഭാഗവാക്കാകാൻ പറ്റിയതിലും വളരെ സന്തോഷം. കാരണം അവരുടെ മുഖത്ത് നമ്മൾ താക്കോലൊക്കെ കൈമാറുമ്പം ആ കുഞ്ഞുങ്ങളുടെയും അവരുടെയൊക്കെ മുഖത്ത് ഉണ്ടാകുന്ന ഒരു പ്രതിഫലനം, അത് ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കരമായ ആത്മാനുഭൂതി തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് അടുത്ത വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടുകൂടി ഒരേ മനോഭാവത്തോടു കൂടി പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ, ഈ ദരിദ്രരോട് പക്ഷം ചേരാനായിട്ടാണ് എപ്പോഴും, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ പറഞ്ഞു വരുന്നത്. ഈ നല്ല സമ്പ്രദായക്കാരൻ്റെയും അവരുടെയൊക്കെ ഉപമ പറയുമ്പോൾ അവർ പിതാക്കന്മാരെല്ലാം പറയുന്നത് നമ്മൾ കരുണയുള്ളവരാകുക, അനുകമ്പയുള്ളവരാകുക. കരുണയും അനുകമ്പയും ചെയ്യുന്നവന് തമ്പുരാൻ ഒരിക്കലും കൈവിട്ടിട്ടില്ല. അത് സുവിശേഷങ്ങളുടെ ചരിത്രമാണ്. അത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ അവരേറ്റു പറഞ്ഞിട്ടുള്ളതാണ്.